أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരീ സഹോദരന്മാരെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈദുൽ ഫിത്തർ നമസ്കാരത്തിനും ഈദുൽ ഫിത്തർ പ്രസംഗം ഉപദേശം കേൾക്കുന്നതിനുമായിട്ടാണ്. നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹി തആല ബിൻ അസീസ് 2020 മെയ് മാസം 24-ാം തീയതി ഈദുൽ ഫിത്തർ ദിനത്തിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം ലോകത്തിലുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ അനുചരന്മാർക്കും മുഴുവൻ മുസ്ലിം സമൂഹത്തിനും ഈദ് ദിനത്തിൽ പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഈദായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയുണ്ടായി. ഇസ്ലാം ഈദ് എന്ന പദം ഉപയോഗിക്കുന്നത് സന്തോഷം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈദ് ആഘോഷം എന്ന് പറയുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു സമാഗമം. ഈ ദിനം സമാഗതമാകുന്നത് റമദാൻ മാസത്തെ തുടർന്നാകുന്നു. റമദാൻ മാസം വ്രതാനുഷ്ഠാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാസമാകുന്നു. നമ്മുടെ നമസ്കാരങ്ങളും ദുആകളും സ്വീകരിക്കപ്പെടുന്ന ദിനമാണ് പെരുന്നാൾ ദിനം. അപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലം നാം ചെയ്ത വ്രതാനുഷ്ഠാനവും പ്രാർത്ഥനകളുമൊക്കെ സ്വീകരിക്കപ്പെടുന്ന ദിനമായിട്ടാണ് ഈദ് ദിനത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈദ് ദിനം എന്ന് പറയുമ്പോൾ സന്തോഷ ദിനം എന്ന് പറയുന്നത്. കാരണം ആയതിനാൽ തന്നെ ഈ ദുആ ചെയ്യേണ്ടതാണ്. അതായത്, അല്ലാഹുവേ, ഈ ദിനം ഞങ്ങളിൽ കൂടുതലായി കൊണ്ടുവരയണമേ. അപ്പോൾ ഈദ് ദിനം കൂടുതലായി കൊണ്ടുവരയണമേ എന്ന് പറഞ്ഞാൽ സന്തോഷ ദിനം കൂടുതലായി കൊണ്ടുവരയണമേ എന്നർത്ഥം. അപ്പോൾ സന്തോഷ ദിനം സന്തോഷം ഉണ്ടാകാൻ കാരണം എന്താണ്? കഴിഞ്ഞ ഒരു മാസക്കാലം നാം ചെയ്ത വ്രതാനുഷ്ഠാനം, നമസ്കാരങ്ങൾ, ദുആകൾ, സക്കാത്ത് സദഖകൾ, അങ്ങനെ അല്ലാഹുവിനോടും അവൻ്റെ സൃഷ്ടികളോടും നാം കാട്ടിയ അതിരറ്റ സ്നേഹവായ്പ, അതിനെല്ലാം പ്രതിഫലം നൽകുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദിനമായിട്ട് ഇതിനെ കണക്കാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദിനം കൂടുതലായി വരയണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അവൻ്റെ സൃഷ്ടികളുടെ സേവനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്ത മാസം, അതിനെ തുടർന്ന് അതിനുള്ള പ്രതിഫലം നൽകുന്ന ദിനം എന്ന നിലയിൽ ഇത് വീണ്ടും വീണ്ടും വരേണ്ടത് തന്നെയാണ്. ചോദിക്കപ്പെട്ട ഒരു ചോദ്യം, എപ്പോഴാണ് ഈദ് ആദ്യമായി ആഘോഷിക്കപ്പെട്ടത്? അതും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഹിജ്റ 2-ാം വർഷത്തിലായിരുന്നു
ഇതേ റമദാനിൽ തന്നെയാണ് ആദ്യമായി മുസ്ലിങ്ങൾ ബദർ യുദ്ധത്തിൽ പോരാടേണ്ടി വന്നത്. യുദ്ധക്കെടുതിയിൽ നിന്ന് തീർത്തും മോചിതരാകുന്നതിന് മുൻപ് തന്നെ പെരുന്നാൾ സമാഗതമായി പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പരിക്ഷീണനായിരുന്നു. പ്രസ്തുത ഈദ് ദിനത്തിൽ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായത്തോടെയാണ് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൽ ചാരി നിന്നുകൊണ്ടാണ് പെരുന്നാൾ ഖുതുബ നിർവഹിച്ചത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ ഒരു ചരിത്ര സംഭവം വായിച്ച് കേൾക്കുക എന്നതിനപ്പുറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പരമമായ സത്യം അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നേരിടേണ്ടി വന്ന പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ബഹിഷ്കരണങ്ങൾ എല്ലാം നേരിട്ടിട്ട് അദ്ദേഹം തൻ്റെ ദേശവും പ്രദേശവുമൊക്കെ ബന്ധുസ്വന്തങ്ങളും കൂട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ജീവരക്ഷാർത്ഥം അവിടെ നിന്ന് പോയി. എന്നിട്ട് പോയെടുത്തും അവർ ജീവിക്കാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നോടൊപ്പം ഉള്ളവരെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അടരാടേണ്ടി വന്നു. ഇത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിൽ നാം ആലോചിക്കേണ്ടത് ഇത്തരത്തിലുള്ള എന്ത് ത്യാഗമാണ് ഇസ്ലാമിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്? കാര്യമായിട്ട് നാം ചിന്തിക്കേണ്ടതാണ്. ഇസ്ലാമിൻ്റെ പുനരുത്ഥാനത്തിന് വേണ്ടി വീണ്ടും അതേ ഇസ്ലാം, അതേ തൗഹീദ് ഈ ലോകത്ത് നിലനിർത്തുന്നതിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ പുണ്യപ്രവർത്തികൾ വീണ്ടും ഇടതടവില്ലാതെ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുവാനും ഇനി ആരാണുള്ളത്? നാം അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ കാലത്തിൻ്റെ ഇമാമിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധികളായി നാം അതിന് സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ, നമ്മുടെ ധനം അതിനുവേണ്ടി ചിലവഴിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ആരോഗ്യം അതിനുവേണ്ടി ചിലവഴിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ സമ്പത്ത് അതിനുവേണ്ടി ചിലവഴിക്കുന്നില്ല എങ്കിൽ നമ്മൾ തീർത്തും കഷ്ടത്തിലും നഷ്ടത്തിലുമായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സംഭവത്തിൻ്റെ പിന്നിലുണ്ട്. ഈദാഘോഷത്തിന് കുറേ ദിവസം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖാത്തുൽ ഫിത്ർ സംബന്ധമായുള്ള പ്രഖ്യാപനം നടത്തുകയുണ്ടായി. നോക്കൂ, സദഖാത്തുൽ ഫിത്ർ എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമായി പ്രഖ്യാപിക്കുകയുണ്ടായി. പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഇല്ലാത്ത നിലയിൽ തങ്ങളുടെ കൈയാൽ വെച്ചത് അന്യ ആളുകൾക്ക്, തൻ്റെ സമസൃഷ്ടികൾക്ക് കൊടുക്കുന്നതിനായിട്ടുള്ള മനസ്സിൻ്റെ കവാടം തുറക്കുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തി സദഖാത്തുൽ ഫിത്ർ. സദഖാത്തുൽ ഫിത്ർ പ്രഖ്യാപനത്തെ തുടർന്ന് അനുചരന്മാർ പരമാവധി സംഭാവനകൾ ഇതിനായി നൽകുകയുണ്ടായി. അപ്രകാരം സമാഹരിച്ച ധനം ഈദാഘോഷത്തിന് മുൻപായും അതിനുശേഷവും സാധുക്കൾക്കിടയിൽ വിതരണം ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ യഥാർത്ഥമായ രൂപം, നമ്മളിതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഈ റമദാനിൽ ചെയ്തതിൽ നിന്നും എത്രയോ ഇരട്ടി നമുക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്നു. ഇത് സംബന്ധമായിട്ട് ഈ പെരുന്നാൾ ദിനത്തിൽ തന്നെ നമുക്കൊരു തീരുമാനത്തിൽ ഓരോ വ്യക്തിയും എത്തേണ്ടതാണ്. അടുത്ത പരിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ സദഖാത്തുൽ ഫിത്ർ നൽകി അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക്, അർഹരായ ആളുകൾക്ക്, സാധുക്കളായ ആളുകൾക്ക് എൻ്റെ വിഹിതം തീർച്ചയായിട്ടും ഞാൻ നൽകുന്നതാണ്. അതിനുവേണ്ടിയുള്ള സമാഹരണ പ്രക്രിയ ഞാൻ ദിനംതോറും നടത്തുന്നതാണ്. ഇതൊക്കെ നല്ല തീരുമാനങ്ങളാണ്. ഈ നല്ല തീരുമാനങ്ങൾ എടുത്ത് ദിവസവും അത് പ്രാവർത്തികമാക്കി എന്നിട്ട് അത് പരിപൂർണതയിൽ എത്തിക്കുമ്പോഴാണ് ഇസ്ലാം അതിൻ്റെ യഥാർത്ഥ ശോഭയോടുകൂടി ലോകത്തിൻ്റെ മുമ്പിൽ പുനരവതരിപ്പിക്കുവാൻ കഴിയുന്നത്. മറ്റൊരു സുന്നത്ത് ഇപ്രകാരമായിരുന്നു. ഇതേ ഈദ് ദിനത്തിൽ തന്നെയാണ്, അതായത് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശാലമായ തുറന്ന ഒരു സ്ഥലത്താണ് പ്രസ്തുത ഈദ് ആഘോഷിച്ചത്. ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, പ്രസ്തുത ദിനത്തിൽ
പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രസംഗത്തിൽ അല്ലാഹു തആലയെ മഹത്വപ്പെടുത്തുന്നതിനും പ്രകീർത്തിക്കുന്നതിനും വളരെ വലിയ ഊന്നൽ നൽകിയിരുന്നു. അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, മഹത്വപ്പെടുത്തുക. ആ ദിനത്തിൻ്റെ മഹത്വം അതാണ്. ഈദ് ദിനത്തിൻ്റെ മഹത്വം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. കാരണം നമ്മളെ സൃഷ്ടിച്ച് ജീവിപ്പിച്ച് വലുതാക്കി ബുദ്ധിശക്തി നൽകി എല്ലാ കഴിവുകളും പ്രദാനം ചെയ്ത് നമുക്ക് മാർഗരേഖകളും ജീവിതരേഖകളും നൽകി അതനുസരിച്ച് നമ്മെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തനം ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ആരുടെ മഹത്വമാണ് നമ്മൾ പറയുന്നത്? അതുകൊണ്ട് ആ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ കണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് ഇന്നും ആ സന്ദേശം നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതിൽ മുഴുവൻ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യുകയാണ്. അള്ളാഹുവേ നീ ഏറ്റവും വലിയവനാണ്, അള്ളാഹുവേ നീ ഏറ്റവും വലിയവനാണ്, യാ അല്ലാഹ് നീ ഏറ്റവും വലിയവനാണ്, നീ അല്ലാത്ത മറ്റൊരു ആരാധനയുമില്ല, നീ വലിയവനാണ്, മഹത്വമുള്ളവനാണ്, ഏറ്റവും വലിയവനാണ്, ഏറ്റവും വലിയവനാണ്, ഏറ്റവും വലിയവനാണെന്ന് ഞാനിതാ സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങളിതാ സമ്മതിച്ചിരിക്കുന്നു. നിൻ്റെ മഹത്വം വാഴ്ത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ ഭൂമിയും ഈ ആകാശവും ഈ ജീവിതവും ഈ സൗഭാഗ്യങ്ങളും തുറന്നു വെച്ചത്. അത് വിട്ടുള്ള മറ്റൊരു പ്രവൃത്തിയും ഞങ്ങൾക്കില്ല എന്ന തീരുമാനത്തിലെത്തിയ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ഇത് വെറും പൊയ്വാക്കായിട്ട് നാവിൽ നിന്നും ഉച്ചരിച്ചിട്ട് നമുക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ളതല്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം. അസാധാരണമായ നിലയിൽ അല്ലാഹു തആലയെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു, സ്തുതിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം. ഈദാഘോഷത്തെ സംബന്ധിച്ച് ജാബിർ റളിയല്ലാഹു തആല അൻഹു മറ്റൊരു പ്രവാചക വചനത്തിൽ ഇപ്രകാരം പറയുന്നു. അദ്ദേഹം വിവരിക്കുന്നു, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈദ് പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. ഖുത്ബയ്ക്ക് മുമ്പ് അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി നമസ്കാരത്തിനായി നിന്നു. പ്രസ്തുത നമസ്കാരത്തിന് ബാങ്കോ ഇഖാമത്തോ ഉണ്ടായിരുന്നില്ല. നമസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ചാരി നിന്നുകൊണ്ട് വിശ്വാസികളോട് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഉപദേശിക്കുകയുണ്ടായി. ഇതായിരുന്നു ആദ്യത്തെ പിതാവ്, തഖ്വ ഉള്ളവരാകുക. തഖ്വ എന്ന അറബി പദത്തിന് നമുക്ക് സൂക്ഷ്മത എന്ന് മലയാളത്തിൽ പറയാൻ പറ്റും. അതിന് വളരെ വിപുലമായ വിശാലമായ അർത്ഥമാണ്. സൂക്ഷ്മത എന്ന് പറയുന്നത് നമ്മുടെ സമസ്ത ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായ ഒരു ഘടകമാണ്. നമ്മുടെ വാക്ക്, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തി, എല്ലാ നിലയിലും അതിൽ സൂക്ഷ്മത പാലിച്ചിരിക്കണം. പക്ഷേ വൈകല്യങ്ങൾ സംഭവിച്ചു പോകും. അതിനെ വീണ്ടും കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സൂക്ഷ്മത കൈവരും. അല്ലാഹു തആല നമുക്ക് ആരോഗ്യം തന്നിരിക്കുന്നു. ഈ ആരോഗ്യത്തെ നമ്മൾ എങ്ങനെയാണ് പരിപാലിച്ചത്, എങ്ങനെയാണ് സംരക്ഷിച്ചത്, ഈ ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷണം നടത്തേണ്ടതാണ്. എനിക്ക് നൽകിയ ഈ ആരോഗ്യമില്ലായിരുന്നു എങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അതവൻ നൽകി, അത് അവൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൽ നിന്നും നമുക്ക് ഒരുപാട് സമ്പത്ത് കിട്ടി. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് നമ്മുടെ സമീപനം എന്താണ്? അങ്ങനെ വിശ്വാസികളോട് തഖ്വ ഉള്ളവരായിരിക്കുക. നിങ്ങളുടെ സകല പ്രവർത്തനങ്ങളിലും തഖ്വ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഭാര്യയോടുള്ള ഇടപെടൽ, മക്കളോടുള്ള ഇടപെടൽ, മാതാപിതാക്കളോടുള്ള ഇടപെടൽ, നിങ്ങളുടെ സമ്പത്തിനോടുള്ള ഇടപെടൽ, നിങ്ങളുടെ അയൽക്കാരോടുള്ള ഇടപെടൽ, നിങ്ങളുടെ ബന്ധുക്കളോടുള്ള ഇടപെടൽ, എല്ലാത്തിലും നിങ്ങൾ സൂക്ഷ്മത പാലിച്ചിരിക്കണം. എല്ലായിടത്തും തഖ്വ ഉണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം ഈ ഇടപെടലുകൾ മുഴുവൻ. നാം പറയുന്ന ആ വാക്കും പ്രവൃത്തിയും കൊണ്ട് അള്ളാഹു തൃപ്തനാണോ? അപ്പോൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മൾ അവരിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അവരും ഇപ്രകാരം സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ വേണ്ടി അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം. സൂക്ഷ്മതയില്ലാത്ത ആളുകളുമായിട്ട്
നാം ബന്ധം സ്ഥാപിച്ച് നമ്മുടെ ജീവിതം സൂക്ഷ്മതയില്ലാത്ത നിലയിലേക്ക് പോകരുത്. അവരുടെ പദവികൾ കാത്തു സൂക്ഷിക്കാൻ അവിടുന്ന് അവരെ ഉപദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലക്കത് കർറംന ബനി ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹു തആല ബഹുമാനിച്ചവരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ പദവികൾ അള്ളാഹു ബഹുമാനിച്ചു വിട്ടാൽ നമ്മൾ നമ്മുടേതായ ഒരു അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഒക്കെ കാണിക്കണം. മറ്റു പല ഉപദേശങ്ങളും നൽകിയുണ്ടായി. എന്നിട്ട് അദ്ദേഹം സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോയി അവരെയും ഉപദേശിക്കുകയുണ്ടായി. ഈ ലോക കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഒരു അനുചരന് അഥവാ ഒരു ദാസന് 4 ഗുണങ്ങൾ അവനുണ്ടായിരിക്കണം. ഈ ലോകം, ഇവിടാണ് നമ്മൾ ജീവിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ മരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് നമുക്ക് ബന്ധപ്പെടേണ്ടി വരും. എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു ദാസന് ഇഹലോകവുമായി ബന്ധപ്പെടുമ്പോൾ 4 ഗുണങ്ങളുണ്ടായിരിക്കണം. ഈ ഗുണങ്ങൾ അവനിലില്ല എങ്കിൽ അവനെപ്പറ്റി ഒരാൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഈ 4 കാര്യം ഉണ്ടായിരിക്കണം. അത് അവനിലില്ല എങ്കിൽ പിന്നെ അവനെപ്പറ്റി വിഷമിച്ചിട്ടൊരു കാര്യമില്ല. ഒരു പക്ഷേ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിദ്യാസമ്പന്നനാണെങ്കിൽ പോലും, എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും ഈ 4 ഗുണങ്ങൾ അവനിലുണ്ടായിരിക്കണം. അതായത് അത് നമ്മൾ മനസ്സിരുത്തി മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഏകാധിപതികളുമായുള്ള സൗഹൃദം അവൻ അവസാനിപ്പിക്കണം. ഏകാധിപതികളെന്ന് പറഞ്ഞാൽ എന്താ? താൻ എന്ത് പറയുന്നോ അതനുസരിച്ച് മറ്റുള്ളവർ പ്രവർത്തിച്ചു കൊള്ളണം എന്നുള്ള മനോഭാവമുള്ള അധികാരി വർഗം, അങ്ങനെയുള്ള സ്വയം എന്ന് പറഞ്ഞാൽ ഫറോമാരെ പോലുള്ള ആളുകൾ എന്നാണ്. താൻ എന്താണോ അതാണ് ദീൻ എന്ന നിലയിലേക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിക്കും. നല്ലവരായ ആളുകൾക്ക് അവൻ തീർച്ചയായും മുൻഗണന കൊടുക്കേണ്ടതാണ്. സമൂഹത്തിൽ നല്ലവരായ ആളുകളെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ അവർക്ക് നിങ്ങൾ പ്രത്യേകമായ മുൻഗണന കൊടുക്കേണ്ടതാണ്. അവരുമായി സൗഹൃദത്തിലായിരിക്കുക. അപ്പോൾ നല്ലവരായ ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുക. ഇനി തന്നിഷ്ടക്കാരായ ആളുകളിൽ നിന്നുള്ള അകലം മതത്തിന് പ്രയോജനകരമായി തീരും. അതായത് ഏകാധിപതികൾ, തന്നിഷ്ടക്കാർ, ദുർവൃത്തർ, ഗൂഢാലോചനക്കാർ, കപടവിശ്വാസികൾ, ഇവരുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ തഖ്വയ്ക്ക് കോട്ടം സംഭവിക്കും. നിങ്ങളെ ഇവർ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ശക്തികളാണ്. അതായത് ഏകാധിപതികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ അഹങ്കാരികളാണ് അവർ, തന്നിഷ്ടക്കാർ. ദുർവൃത്തരായ ആളുകൾ നന്മയ്ക്ക് വേണ്ടിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരൊന്നും ചെയ്യത്തില്ല. തിന്മയായ എന്ത് കാര്യത്തിന് വേണമെങ്കിലും അവർ എത്ര സമ്പത്ത് വേണമെങ്കിലും ചിലവഴിക്കും, എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കും, അവരോടൊപ്പം രാപകലില്ലാതെ വേണേൽ കഴിഞ്ഞുകൂടുകയും ചെയ്യും. അപ്പം ദുർവൃത്തർക്കാർ. ഇനി ഗൂഢാലോചനക്കാർ, ഒരു സഹോദരനെ പറ്റി ദുഷിച്ച് ഇരുന്ന് പറയുക. ഇവരിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ആ നന്മ വർദ്ധിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. അവരുടെ ആ സാന്നിധ്യത്തിൽ അവരെ നേരിട്ട് ഉപദേശിക്കുവാൻ കഴിയുമെങ്കിൽ ഉപദേശിക്കുക. അല്ലാതുള്ള ഒരു മോശകാര്യങ്ങളും നിങ്ങൾ പറയരുത്. കപടവിശ്വാസികൾ, മതത്തിൻ്റെ പേരിൽ മതത്തിനകത്ത് തന്നെയുള്ള ഒരു വലിയ സംഘമാണത് കപടവിശ്വാസികൾ. അവർ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യം പറയും, ശുദ്ധ ഖുർആനെക്കുറിച്ച് പറയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനത്തെക്കുറിച്ചും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അവരൊന്നും ചെയ്യുന്നവരല്ല. അത്തരത്തിലുള്ള വലിയ വലിയ ആൾക്കാരെയും നമുക്ക് സമൂഹത്തിൽ കാണാം. അവർ കപടവിശ്വാസികളായ ആളുകളാണ്. ദീനിനു വേണ്ടി അവരൊന്നും ചെയ്യില്ല. തൻ്റെ സഹോദരൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അവർ ദുഷിപ്പും അസൂയയും വ്യാജ വാർത്തകളും കെട്ടുകഥകളും അനാവശ്യമായ ചിന്തകളും അനാവശ്യമായ പ്രവൃത്തികളുമായിട്ട് ഇങ്ങനെ മതത്തിനകത്ത് ഇതിനകത്ത് തന്നെ ഇരിക്കുമെന്നല്ലാതാണ്ട് ഒരു പ്രയോജനം. ഇവരുമായുള്ള നിരന്തര സമ്പർക്കം വിശ്വാസ പ്രയാണത്തിന് മേൽ മൂടുപടം ചാർത്തപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്ത മുത്തഖീങ്ങളായ ആളുകളെ അല്ലാഹുവേ നീ ഈ സ്ഥലത്ത് ഖിയാമത്ത് നാൾ വരെ എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ആളുകൾ വളരെ ഇവിടെ ചുരുക്കമായിട്ട് കാണപ്പെടുന്നത്.
ഇവരെ ഒഴിവാക്കുന്നതിലൂടെ ഒരാൾക്ക് തനിക്ക് കിട്ടാവുന്ന ശിക്ഷയിൽ നിന്നും ഒഴിവാകുവാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് സത്യവും ധർമ്മവും നീതിയുമുള്ള നല്ലവരായ ആളുകളുമായി ചേർന്ന് നിന്ന് അവർക്ക് പ്രത്യേകമായ പരിഗണനയും കൊടുത്തുകൊണ്ട് അങ്ങനെ സൗഹൃദത്തിൽ കഴിയുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. വിശുദ്ധ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളിൽ ശിക്ഷ എത്താതിരിക്കുവാൻ അധർമ്മികളിൽ നിന്ന് അകലം പാലിക്കുക. അധർമ്മികളുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് ധർമ്മിഷ്ഠരുമായിട്ടുള്ള കൂട്ടുകെട്ട് തുടരുക. സ്വാത്വികരായ ആളുകളുമായുള്ള സൗഹൃദം വിശ്വാസികളായ അനുചരന്മാർക്ക് ഈ ലോകത്ത് പ്രയോജനകരമായിരിക്കുന്നു. കാരണം സാത്വികരായ ആളുകളുമായിട്ട് ഈ ലോകത്ത് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ തങ്ങളോടൊപ്പം ചേരുന്നവരുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും അവർ ഏർപ്പെടുക. ആ പുരോഗതിയിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അവർ മെല്ലെ മെല്ലെ അവരറിയാതെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് പോകും. അത് നല്ലവരായ ആളുകളുമായി ചേരുന്നവർ ആ ഉപദേശം സ്വീകരിക്കുന്നവരായിരിക്കും. അങ്ങനെ ഉപദേശം സ്വീകരിക്കുന്നില്ല എങ്കിൽ അവരിൽ ചില കളങ്കങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ലോകത്തിലെ താണ നിലവാരത്തിൽ കുടുങ്ങിപ്പോയവർക്ക്, കാരണം ദൈവദാസന്മാരുമായുള്ള തുടരെയുള്ള കൂട്ടുകെട്ടും അതിലൂടെ നേരിടുന്ന പ്രയോജനങ്ങളും അവന് സ്വയം സംരക്ഷണമൊരുക്കുന്നു. ഇത്തരം സാത്വികരായ ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് സ്വയം പ്രയോജനമുണ്ടാകുന്നു, അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു. അവന് തുടർന്ന് സംഭവിക്കുമായിരുന്ന വിപത്തുകളിൽ നിന്ന് അവന് രക്ഷ പ്രാപിക്കുവാനും കഴിയുന്നു. അവൻ്റെ ആത്മീയത ശക്തിപ്പെടുന്നതായി അവൻ അനുഭവവേദ്യമാകുന്നു. അങ്ങനെ അവൻ സന്തോഷഭരിതനായിത്തീരുന്നു. അങ്ങനെ അവൻ തൻ്റെ വ്യക്തി ജീവിതത്തിൽ സന്തോഷഭരിതനായിത്തീരുന്നു. തുടർന്ന് അവന് അതിൻ്റെ അനുഗ്രഹങ്ങൾ കുറേശ്ശെയായി അവൻ്റെ വ്യക്തി ജീവിതത്തിൽ പ്രകടമാകും. ഇതൊക്കെ നമ്മൾ മനസ്സിരുത്തി കേൾക്കേണ്ടതും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതും, എങ്ങനെ ഇന്നത്തതിനേക്കാൾ നാളെ നമ്മൾ ഉയർച്ചയിലേക്കായി എൻ്റെ അധ്വാനവും എൻ്റെ പ്രവർത്തനവും സത്പന്ഥാവിലൂടെ ആയിരുന്നെങ്കിൽ ഇന്നത്തതിൽ നിന്നും ഭിന്നമായി ഉയർച്ചയിലേക്ക് നാളെ ഞാൻ മാറുമായിരുന്നു എന്ന ബോധ്യം അവർക്ക് വരുന്നതാണ്. ദരിദ്രരായവരെയും, അതായത് അവശ്യ സാധനങ്ങൾ ഇല്ലാത്തവരെയും രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ദാസൻ തൻ്റെ ദൈവം അവന് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളോടും നന്ദിയുള്ളവനായിരിക്കണം. നിങ്ങൾക്ക് ഈ ലോകത്തിലെ ചില വാതിലുകൾ തുറന്നു നൽകിയിട്ടുണ്ടെങ്കിൽ അപ്രകാരം നൽകപ്പെടാതെ അടയ്ക്കപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഒരാളും ഈ ഭൂമിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ അനുവദിക്കാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉള്ള ആളുകളെ അല്ലാഹു തആല സൃഷ്ടിച്ച് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത് നിങ്ങളെയും അവരെയും പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായ ഭദ്രതയും ആരോഗ്യവും സമയവും സമ്പത്തും എല്ലാം നൽകി നിങ്ങളെ അനുഗ്രഹിച്ചു. അപ്പുറത്ത് ഇതൊന്നുമില്ലാത്ത ഒരു സഹോദരനുണ്ട്. അവനെ കൈപിടിച്ചുയർത്തുന്നതിനും തന്നോടൊപ്പം നിർത്തുന്നതിനും വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അതുപോലെ അവനും ആ നിലയിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ പരീക്ഷണം തന്നെയാണ് അല്ലാഹു തആല ഭൂമിയിൽ നടത്തപ്പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, പണക്കാരെ പാവങ്ങളെ കൊണ്ട് ദൈവം പരീക്ഷിക്കുകയാണ്. അതുപോലെ പാവങ്ങളെ പണക്കാർ മൂലം പരീക്ഷിക്കപ്പെടുന്നു. നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് പരീക്ഷണങ്ങളാണ്. ചിലരെ കൊണ്ട് മറ്റു ചിലരെ പരീക്ഷിക്കുന്നു എന്ന് സാരം. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രഭാഷണം വളരെ നീണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഈ മൂല്യവത്തായ ഈ കാര്യങ്ങൾ തഖ്വയുള്ളവരായിരിക്കുക, സാധുക്കളായ ആളുകളെ, നമ്മുടെ സഹോദരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുക. അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും നമ്മുടെ സമ്പത്തും ഒരു ചെറിയ വിഹിതം അവരുടെ പുരോഗതിക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടുള്ള നല്ല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്ത് ഏറ്റവും ഉത്തമമായ മാതൃകയുള്ളവരായി മാറുന്നതാണ്. ഇനി ഈ ഖുതുബ വളരെ ദൈർഘ്യമുള്ളതാണ്. അത് നിങ്ങൾ
വായിക്കുവാൻ ശ്രമിക്കുക, മനസ്സിരുത്തി വായിക്കുക. 24/5/2020 നമ്മുടെ പ്രിയങ്കരായ ഇമാം നൽകിയ ഖുത്ബ, ആ ഉപദേശങ്ങൾ നമുക്ക് കൂടുതൽ പ്രയോജനകരങ്ങളാണ്. ഒരുപാട് നല്ല നല്ല ഉപദേശങ്ങളാണ് ഇതിൽ പറയപ്പെടുന്നത്. ഇന്ന് ഈ പെരുന്നാൾ ഖുത്ബ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിൽ ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനവുമായി ബന്ധപ്പെടുകയും ഇവിടെ നമസ്കാരത്തിലും ദിക്റിലും സലാത്തിലും അവൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണത്തിലും എഴുത്തിക്കാഫിലുമായി കഴിഞ്ഞുകൂടിയ എല്ലാ സഹോദരങ്ങൾക്കും അവരുടെ വീട്ടിലുള്ളവർക്കും ഏറ്റവും ഉത്തമമായ നല്ല പ്രതിഫലങ്ങൾ ഐഹ്യലോകത്തും നാളെ പാരിത്രിക ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിത്തന്നതനുസരിച്ച് നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യാം. നിങ്ങളും തക്ബീർ ചൊല്ലൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ ഫസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈദ് മുബാറക്.